നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നടന്ന വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടു. അതായത് സമരക്കാർക്കെതിരെ വരുന്ന പോലീസ് സേനയും പോലീസിനെതിരെ വരുന്ന സമരക്കാരുടെയും ഒക്കെ ഓരോരോ പ്രവർത്തനങ്ങൾ. ഇത്തരമൊരു സാഹചര്യം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭയമുണ്ടായിരുന്നു. അവിടേക്ക് പോകുന്ന ഓരോ സമരക്കാരെയും എന്ത് ധൈര്യത്തിലാണ് പോകുന്നത് എന്ന് ചിന്തിച്ചിരുമുണ്ട്. കാരണം നിയമപരമായിട്ട് നീതിക്ക് അനുസരിച്ചുള്ള ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് വരുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന തരത്തിൽ അവർക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇത് പതിവിൽ നിന്ന് വിപരീതമായി സമരക്കാരെ സമരം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ, രാജ്യദ്രോഹികൾ എന്നുള്ള രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എത്ര വലിയ പ്രതിഷേധമാണെങ്കിലും അവരെ ഭയം കൊണ്ട് പിന്തിരിപ്പിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു തുടക്കത്തിലുള്ള പ്രവർത്തനങ്ങൾ. അത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട്. അതായത് ഞാൻ ഈ പറയുന്ന പേടിയുള്ള ആളുകൾ പലരും സംസാരിക്കണമെന്ന് തോന്നിയിട്ട് പോലും വാ മൂടിക്കെട്ടി വീട്ടിലിരുന്ന സമയത്ത് അവിടെ സമരമുഖത്ത് ചെന്ന പോലീസിനെ പോലും ഞെട്ടിപ്പിച്ച വിറപ്പിച്ച ഒരു പെൺകുട്ടി. അതായത് കസ്റ്റഡിയിലെടുത്ത നിരവധി പ്രതിഷേധക്കാരെ പോലീസ് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ആ വാഹനത്തിന് മുൻപിൽ നിന്ന് സ്വന്തം ജീവൻ, ഒരുപക്ഷെ ചിലപ്പോൾ അവർ നിയമത്തിനപ്പുറത്തേക്ക് കടന്ന് ആ വാഹനം മുന്നോട്ടെടുത്താൽ ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് പോലും അവളുടെ ജീവൻ പണയം വെച്ചും ആ സമരക്കാർക്ക് ഒപ്പമാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അവിടെ നിന്ന ഒരു രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് വാഹനത്തിന് മുന്നിൽ നിലയുറച്ച ഒരു 27-കാരിയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോനം വാങ്ചുക് ഈ പറയുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ലീക്കായതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പഠിച്ച് അതിനൊരു നടപടി ഉണ്ടാകുമെന്നും പുതിയ നിയമം നിലവിൽ വരുമെന്നൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറുപടിയായിട്ട് വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ 27-കാരിയുടെ ധൈര്യം, ഒരു പെണ്ണല്ല നീ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നവരുടെ മുൻപിലേക്ക് ആ ഒരു 27-കാരിയുടെ തന്റെ ഇടം, അത് വലിയ രീതിയിൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പെൺകുട്ടി ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ഹൃദയങ്ങൾ നേടിക്കഴിഞ്ഞു. സംരംഭകയും മോഡലുമായ റിയ അഹിർ എന്ന് പറയുന്ന യുവതിയാണ് ഇത്തരത്തിൽ ഭയം മാറ്റിവെച്ച് ആ പ്രതിഷേധക്കാർക്കൊപ്പം നിന്ന് വല്ലാത്തൊരു പോരാട്ടം നടത്തിയത്. സിനിമാ സ്റ്റൈലിൽ പോലീസ് വാഹനം തടഞ്ഞു നിർത്തുന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ രീതി. സംഭവം നടന്ന ദിവസം രാത്രി തനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്നും പോലീസ് തന്നെ തേടി വരുമെന്ന് ഭയപ്പെട്ടിരുന്നുവെന്നുമാണ് റിയ ഇപ്പോൾ പ്രതികരിക്കുന്നത്. പക്ഷേ അത്തരം മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കുടുംബത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്നും റിയ പറയുന്നു. ഒരു സ്ത്രീ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അത് തടഞ്ഞെന്നും തുടർന്ന് പ്രതിഷേധക്കാരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് വാഹനത്തിന് മുന്നിലേക്ക് കയറി നിൽക്കുകയായിരുന്നു ചെയ്തത് എന്നുമാണ് റിയ മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നത്. താൻ മുൻപ് സമരങ്ങളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ഒരാളാണ്. സംഭവ സമയത്ത് സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് തന്നിൽ നിന്നുണ്ടായതെന്നും റിയ കൂട്ടിച്ചേർത്തു. അതേസമയം അവർ എന്നെയും പിടിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള ഒരു പേടി തനിക്ക് ഉണ്ടായിരുന്നു എന്നും ആ യുവതി പറയുന്നു. ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒട്ടും സ്ഥലമില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവരെന്നെ എവിടെ കൊണ്ടുപോകാനാണ്? ഇന്നലെ രാത്രി എനിക്ക് പേടി തോന്നിയിരുന്നു എന്ന് പെൺകുട്ടി പറയുന്നു. അത് സത്യമാണ്. പുലർച്ചെ 5:30 വരെ താൻ ഉറങ്ങിയിട്ടില്ല. പക്ഷേ എൻ്റെ കുടുംബം അതെല്ലാം മനസ്സിലാക്കി തനിക്കൊപ്പം നിന്നു. പോലീസ് വന്നേക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അതിനെ നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് വീട്ടുകാർ മറുപടി നൽകി. അത് ആശ്വാസമായി. ശരിയായ കാര്യങ്ങൾക്കായി നിലകൊള്ളാനും തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും പൂർണ്ണമായും പിന്തുണ നൽകുന്ന ഒരു കുടുംബം ഒപ്പമുണ്ടാകുന്നത് വലിയൊരു കരുത്താണ് എന്നുള്ള വലിയൊരു മെസ്സേജ് കൂടെ ഈ ഒരു സംഭവത്തിലൂടെ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു പിന്തുണ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ആത്മധൈര്യം, ആത്മവിശ്വാസം നൽകുമെന്നാണ് റിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത്. എന്തായാലും കോരിച്ചൊരിയുന്ന മഴയിലും പതറി മാറാതെ തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ പുറത്തെത്തിക്കാൻ വേണ്ടി പോലീസിന് മുൻപിൽ ശക്തമായി നിന്ന ഒരു പെൺകുട്ടിയാണ് റിയ. അങ്ങനെ വാഹനത്തിന് മുൻപിൽ കുറുകെ നിന്നതിന് ശേഷം ഒരു കൈകൊണ്ട് വാഹനത്തെ തടഞ്ഞു നിർത്തി ആസാദി എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അവൾ പ്രതിഷേധിച്ചത്. റിയ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ചുറ്റിലും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പോലീസിന് പ്രതിഷേധക്കാരെ മോചിപ്പിക്കാതെ മറ്റു മാർഗമില്ലാതെ വന്നതോടുകൂടെയാണ് സംഭവത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതും ആ പ്രതിഷേധക്കാരെ മോചിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നത് എന്നുള്ളതും ആ ഒരു പെൺകുട്ടിയുടെ ധൈര്യത്തിന് വിജയം കണ്ട സാഹചര്യം എത്തിക്കഴിഞ്ഞു.
അതേസമയം നമ്മൾ ഈ ഒരു ഒറ്റ വിഷയത്തിൽ, അതായത് നീറ്റ് പരീക്ഷാ വിഷയത്തിലുണ്ടായ ഈ ഒരു പ്രൊട്ടസ്റ്റ് അത് ഏത് തരത്തിൽ കാണണം എന്നുകൂടെ ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നാണ്. അതായത് നിലവിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർ രാജിവെച്ച് പുറത്തു പോകണമോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെയല്ല ഈ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് പലരും മനസ്സിലാക്കാതെ പോയൊരു കാര്യം. രാജ്യത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവരെ തകർക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സമരം കണ്ടക്ട് ചെയ്തത് എന്ന തരത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ അവസരം മുതലെടുത്ത് ഇത്തരം വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ തങ്ങളുടെ വിദ്യാഭ്യാസം, തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലേക്ക് ഇറങ്ങിയ ആ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ചില ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം. അത് അന്വേഷിക്കുക, കണ്ടെത്തുക. അതിനപ്പുറത്തേക്ക് ആ സമരം ചെയ്തവരെയോ ആ സമരം ചെയ്ത ആകെ മൊത്തമുള്ള ആളുകളെയോ അതിനെ പിന്തുണച്ച നല്ല പോസിറ്റീവ് മൈൻഡോടെ പിന്തുണച്ച ആളുകളെയോ രാജ്യദ്രോഹികളാക്കുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ ചെയ്യരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടെയുണ്ട്. കാരണം ഇത്തരത്തിൽ ആളുകൾ ഇങ്ങനെ സ്പീക്ക് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനൊരു റിയാക്ഷൻ ഉണ്ടാകുന്നതും നമ്മൾക്ക് സ്വതന്ത്ര നാട്ടിൽ ഇത്തരത്തിൽ സമരം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളത് കൂടുതൽ വിശ്വാസം ആളുകൾക്ക് ഇടയിലേക്ക് വരിക. അതിനപ്പുറത്തേക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ വാ മൂടി കെട്ടുന്നവരെ കുറിച്ച് ഒരു അക്ഷരവും പറയാതെ തുറന്ന് പ്രതികരിക്കുന്ന ആളുകളെ സൈബർ ആക്രമണം ചെയ്യുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഇനി എന്ത് തെറ്റു കണ്ടു കഴിഞ്ഞാലും മിണ്ടാതിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത്. അത്തരം ആളുകൾ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇവിടെ ഒരു പാർട്ടിക്കെതിരെയോ ഒരു രാഷ്ട്രീയ വിഭാഗത്തിനെതിരെയോ മാത്രമായിട്ടുള്ള ഒരു സംഘർഷമോ പ്രതിഷേധമോ ആയിരുന്നില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇത് ഒരു സിസ്റ്റത്തിനെ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും ഉറപ്പ് നൽകുന്ന ഒരു സിസ്റ്റത്തിലുണ്ടായ പിഴവിനെ മാറ്റം വരുത്താൻ, ആ പിഴവ് ഉണ്ടാകില്ല എന്ന് ഇനി ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു എന്നത് മനസ്സിലാക്കുക. ഇതിനിടയിലാണ് നീറ്റ് UGC ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റ് പങ്കുവച്ചത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, അവകാശപ്പെട്ടതാണ്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതവും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും തല്ലി തകർക്കാതിരിക്കുക എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എന്തായാലും ഈ വിഷയത്തിൽ പറയാനുള്ളൂ.